കിർണ ഹിൽസിലെ പാക് ആണവ കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു. അതായത് ബ്രഹ്മോസ് മിസൈലുകൾ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കി എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ആണവായുധങ്ങൾ ഇന്ത്യ ലക്ഷ്യമിട്ടു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറായത് എന്നും പറയുന്നുണ്ട്. ഇതിൽ വാസ്തവമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ആണവ ആയുധങ്ങൾ സംഭരിച്ചു വെക്കുന്ന ഈ കിർണ ഹിൽസിന് നേരെ ആക്രമണം നടന്നു എന്നുള്ളത് സത്യമാണ്. ഈ കിർണ ഹിൽസ് ഉൾപ്പെടുന്ന മേഖലയ്ക്ക് സമീപത്തേക്ക് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു മിസൈലോ അല്ലെങ്കിൽ ഇതുപോലെ റോക്കറ്റോ മറ്റോ വന്ന് പതിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഈ കിർണ ഹിൽസിന് വലിയ കേടുപാടുകൾ ഉണ്ടായി എന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മേഖല വളരെ തന്ത്രപ്രധാനമാണ്. ഏതാണ്ട് 1980-കൾ മുതൽ ഈ പരീക്ഷണ വിക്ഷേപണം അല്ലെങ്കിൽ പരീക്ഷണമൊക്കെ നടത്തുമല്ലോ ഈ ആണവ ആയുധങ്ങളൊക്കെ. ഇത്തരത്തിലുള്ള പരീക്ഷണ ഘട്ടം മുതൽ ഈ കിർണ ഹിൽസിന് വലിയ പ്രാധാന്യമുണ്ടെന്നും അവിടെയാണ് ഇവരുടെ ആണവായുധങ്ങളെല്ലാം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്, സംഭരിച്ച് വെച്ചിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഉപഗ്രഹ ചിത്രങ്ങൾ വഴി പുറത്തേക്ക് വരുന്ന വിവരത്തിൽ ഈ കുന്നിലേക്ക് കയറാൻ ഒന്നിലധികം വാതിലുകളുണ്ട്. സമീപത്ത് ബങ്കറുകൾ, അതായത് തുരങ്കപാതകൾ നിർമ്മിച്ചതിൻ്റെ അടയാളമുണ്ട്. എന്തിനാണ് ഈ കുന്നിന് ചുറ്റും ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വലയം തീർത്തിരിക്കുന്നത്, ഒന്നിലധികം പാതകൾ വെച്ചിരിക്കുന്നത്, കവാടങ്ങൾ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ സംശയമുളവാക്കുന്ന കാര്യമോ? പക്ഷേ പാകിസ്ഥാനോ ലോകരാജ്യങ്ങളോ ഔദ്യോഗികമായിട്ട് ഇവിടെയാണ് ആണവായുധങ്ങൾ ശേഖരിച്ചതെന്നൊന്നും പറയുന്നില്ല. പക്ഷേ മെയ് 10-ന് ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തിയതിന് തിരിച്ചടി നൽകിയിരുന്നു. ഈ തിരിച്ചടി അവരുടെ എയർബേസുകൾക്ക് നേരെയാണ്. ഇതിൽ പ്രധാനപ്പെട്ട എയർബേസ് എന്ന് പറയുന്നത് നൂർഖാൻ എയർബേസാണ്. ഈ നൂർഖാൻ എയർബേസിന് ഈ ആണവ കേന്ദ്രങ്ങളുമായിട്ട് വലിയ ബന്ധമാണുള്ളത്. അതായത് ഈ ആണവായുധങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഈ കിർണ ഹിൽസിന് സമീപത്തുള്ള ഈ നൂർഖ എയർപോർട്ടുണ്ട്, എയർബേസ് ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ കുന്നിനുള്ളിലാണ് ഇവരുടെ ആണവായുധങ്ങളെല്ലാം തന്നെ സംഭരിച്ചു വെച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ അതിൻ്റെ ഈ കിരണങ്ങളുണ്ടല്ലോ, അതിൻ്റെ അണുക്കളൊക്കെ അത് പുറത്തേക്ക് വരാനുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും അതിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഹിൽസിന് മുന്നിലേക്ക് ഇന്ത്യ ആയുധം അയച്ചു അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ആയുധം ചെന്ന് വീണു എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നു. ഇതിൽ ഒരു ആണവ രാജ്യത്തിൻ്റെ ആണവ പോർമുനകൾ, വാർഹെഡ് എന്ന് പറയും, ഇതൊക്കെ തന്നെ സൂക്ഷിച്ചു വെക്കുന്ന നിർണായകമായ ഒരു കേന്ദ്രത്തിന് മുന്നിലേക്ക് മറ്റൊരു രാജ്യം അവരുടെ മിസൈലോ മറ്റെന്തെങ്കിലും വെപ്പൺസോ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മറ്റ് എതിർ രാജ്യം പരാജയപ്പെട്ടു എന്നൊരർത്ഥമുണ്ട്. കാരണം ഇത് കൃത്യമായി ലക്ഷ്യത്തിലേക്ക് അയച്ചതായിരിക്കില്ല, ഇതൊരു ഭീഷണിയുടെ സ്വരമായിരിക്കും. കാരണം ഈ ആണവായുധങ്ങൾ നിൽക്കുന്ന മേഖലയിലേക്ക് ഒരു അറ്റാക്ക് നടത്തിയാൽ ഒരു പക്ഷേ അവിടെ വലിയ പൊട്ടിത്തെറിയും ബഹളമൊക്കെ നടന്നേക്കാം. എന്ന് പറഞ്ഞിട്ട് ആണവ വികിരണം എല്ലാ മേഖലയിലും സംഭവിക്കണമെന്നില്ല. അത് കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് വെച്ച് പ്ലാൻ ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ ഈ അറ്റാക്ക് നടക്കുകയുള്ളൂ. ഇപ്പോൾ ശീതയുദ്ധം നടന്ന സമയത്ത് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ യുദ്ധമൊക്കെ നടന്നു. അവരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ആണവായുധങ്ങളൊക്കെ നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ലോകത്തിനൊന്നും സംഭവിച്ചില്ല. ഇവിടെയും ഈ കിർണ ഹിൽസിൽ ഉപയോഗിക്കുന്ന ആണവായുധങ്ങൾ, അവിടെ സൂക്ഷിച്ചിരുന്ന ആണവായുധങ്ങൾ, ഇത് ഞങ്ങളെടുത്ത് പ്രയോഗിക്കും. ഇതാണ് പാക് ആർമിയും പാക് ഭരണകൂടവും ഇന്ത്യയെ ഭയപ്പെടുത്തിയത്. നമ്മളൊന്നും മിണ്ടിയില്ല. മാത്രമല്ല നമ്മൾ അവരുടെ 12 എയർബേസുകളെ തകർത്തു. ഈ 12 എയർബേസുകൾ എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തിയോട് ചേർന്നുള്ളതാണ്. അപ്പോൾ എയർബേസുകളെ തകർത്താനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് യുദ്ധവിമാനങ്ങൾക്ക് പറന്നിറങ്ങാനോ പറന്ന് പൊങ്ങാനോ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ലാൻഡിങ്ങും ഇല്ല, ടേക്ക് ഓഫും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു എയർബേസ് ഉണ്ട്, പക്ഷേ യുദ്ധവിമാനങ്ങൾക്ക് വന്നിറങ്ങാനോ പോകാനോ കഴിയില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പോൾ വളരെ സൂക്ഷ്മമായി പ്രൊഫഷണലായ ഒരു അറ്റാക്ക് ഇന്ത്യ നടത്തി. അതുകൊണ്ടാണ് ഈ കുർണ കുന്നുകൾക്ക് മേളിലേക്ക് നമ്മൾ ബ്രഹ്മോസ് മിസൈൽ അയച്ചു എന്ന് പറയുന്നത്. ശരിക്കും ബ്രഹ്മോസ് മിസൈൽ അയച്ചു എന്ന് നമ്മൾ ഇതുവരെ സ്ഥിരീകരിച്ചില്ല. കാരണം ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയുന്നതാണ്. അത് കരയിൽ നിന്നും കടലിൽ നിന്നും അന്തർവാഹിനിയിൽ നിന്നും പിന്നെ വിമാനത്തിൽ നിന്നും ഒക്കെ പറ്റും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടായിരുന്നെങ്കിൽ കൃത്യമായിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഈ ഹിൽസിനെ അറ്റാക്ക് ചെയ്യാമായിരുന്നു. ഇവിടെ പുറത്തു വന്ന ദൃശ്യം ഈ ഹിൽസിൻ്റെ മുന്നിൽ, അതായത് കവാടം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതിന് പുറത്തേക്ക് ഒരു മിസൈല് അല്ലെങ്കിൽ ഒരു ഷെല്ലിൻ്റെ ഭാഗം വന്ന് പൊട്ടിത്തെറിക്കുന്നു. ഇതാണ് കാണുന്നത്. അപ്പോൾ അകത്തേക്ക് വേണ്ട, ഇവിടേക്ക് ഞങ്ങൾ വിടുകയാണ്, ഇതൊരു വാണിംഗ് ആണ്, അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ ഇത്തരം ഒരു വാണിംഗ് വന്നപ്പം ശരിക്കും പാകിസ്ഥാൻ പെട്ടുപോയി. പാകിസ്ഥാൻ നിവൃത്തിയില്ല. കാരണം അവരുടെ എയർബേസ് മൊത്തം തകർത്തു, 10-40ഓളം സൈനികർ കൊല്ലപ്പെട്ടു, ഇന്ത്യക്ക് ഉദ്ദേശിച്ച ഒരു അടി കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഉടനെ അവർ അമേരിക്കയെ ബന്ധപ്പെട്ട് പറഞ്ഞു കാണും, ഞങ്ങളുടെ കയ്യിൽ ആയുധം തീർന്നു, ഇനി ഞങ്ങളുടെ മുമ്പിൽ ഓപ്ഷൻ ഇല്ല, ഞങ്ങളുടെ ഇസ്ലാമാബാദിനെയോ റാവൽപിണ്ടിയോ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആണവായുധം എടുത്ത് പ്രയോഗിക്കും. അപ്പോൾ കൈക്കാലത്ത് പ്രയോഗിക്കുമല്ലോ, അത് അമേരിക്ക ഭയന്നു. അങ്ങനെയാണ് JD വാൻസ് എന്ന് പറയുന്ന അവിടുത്തെ വൈസ് പ്രസിഡന്റ് പെട്ടെന്ന് നിലപാട് മാറ്റിയിട്ട് പറഞ്ഞു, ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നത്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം അവർ തന്നെ തീർത്തോട്ടെ, അതിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്നാണ്. പെട്ടെന്ന് JD വാൻസ് പറഞ്ഞു, അങ്ങനെയല്ല, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഘട്ടമാണ്, അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് നിങ്ങൾ ഇടപെടണമെന്ന് പറഞ്ഞ് ട്രംപിന് മെസ്സേജ് അയക്കുക. അങ്ങനെ ട്രംപാണ് പറയുന്നത് യുദ്ധം താൽക്കാലികമായി നിർത്തണം. കാരണം ആണവ യുദ്ധം വരിക എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾക്കെല്ലാം തന്നെ ഭീഷണിയാണ്. അപ്പോൾ ബ്രഹ്മോസ് മിസൈൽ അയച്ചോ എന്നുള്ള സ്ഥിരീകരണം
സ്ഥിരീകരണമില്ലെങ്കിലും ഈ കിർണ കുന്നുകളുടെ കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നു. അതെ, തീർച്ചയായിട്ടും. ഈ കിർണ കുന്നെന്ന് പറയുന്നത് കാണുമ്പോൾ ഈ കുന്നു പോലെയാണ് ഇരിക്കുന്നത്. അകത്ത് ഇത്രയും പിന്നെ സംവിധാനങ്ങളുണ്ട് എന്നൊന്നും പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെയാണ് അത് രൂപകൽപ്പന ചെയ്തു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെ ഈ കിർണ ഹിൽസിലേക്ക് അവിടെയാണ് ഇവർ ഈ 130 ആണവായുധങ്ങൾ ഇപ്പോൾ ഇന്ത്യക്ക് നേരെ പ്രയോഗിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യ അതിന് മറുപടി പറഞ്ഞിട്ടേ ഇല്ല. ഇതുവരെ ഇന്ത്യ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രയോഗിക്കരുതെന്നോ നിങ്ങൾ പ്രയോഗിച്ചോ ഞങ്ങൾ അതിൻ്റെ തിരിച്ചടി നൽകാമെന്നോ ഒന്നും ഇന്ത്യ പറഞ്ഞില്ല. പക്ഷേ ഇന്ത്യ കൃത്യമായി അതിന് മറുപടി നൽകി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സിനിജ് പറയുന്നത് പോലെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് ഇന്നലെ പിന്നെ DGMOയുടെ വാർത്താ സമ്മേളനം 1.5 മണിക്കൂർ നീണ്ടു നിന്ന വാർത്താ സമ്മേളനത്തിലും അവരത് പറഞ്ഞിട്ടില്ല. അപ്പോൾ സൈന്യം പറയാത്ത സ്ഥിതിക്ക് നമുക്കത് ഔദ്യോഗികമായി നമുക്കത് പിന്നെ സ്ഥിരീകരിക്കാനും കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ആണവ കേന്ദ്രങ്ങളുടെ അടുത്തേക്ക് മിസൈൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാജസ്ഥാനിൽ ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിൽ ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു മിസൈൽ പോയിട്ടുണ്ട്. അത് ബ്രഹ്മോസ് മിസൈലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മിസൈലാണോ എന്നറിയില്ല. അത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തി. പാകിസ്ഥാനേക്കാൾ കൂടുതൽ അത് ഭയപ്പെടുത്തിയത് അമേരിക്കയാണ്. അതുകൊണ്ടാണ് അമേരിക്ക പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാം, 2 രാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായി മുന്നോട്ട് പോകൂ എന്ന് പറയുമ്പോഴും ഇന്ത്യ പറയുന്നത് എന്താണ്? ഭീകരവാദികൾ ഇന്ത്യയിലേക്ക് വന്നാൽ ഇനി അടിക്കാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. ഇന്ത്യ നൽകുന്ന വാണിംഗ് ആണ്, നിങ്ങളുടെ ആണവായുധം സൂക്ഷിക്കുന്ന സ്ഥലം വരെ ഞങ്ങളുടെ മിസൈൽ എത്തി, ഇനി അതിൻ്റെ അകത്തേക്കായിരിക്കും ഇത് തുളച്ചു കയറാൻ പോകുന്നത്. അതിൻ്റെ ഒരു വാണിംഗ് ആണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. അപ്പോൾ മിസൈൽ പോയോ ഇല്ലയോ, ഇവരുടെ പിന്നെ എയർബേസുകളൊക്കെ ഇപ്പം നൂർഖാൻ എന്ന് പറയുന്ന എയർബേസ് എന്ന് പറയുന്നത് VVIPകൾ മാത്രം വരുന്ന ഒരു വ്യോമതാവളമാണ്. ആ വ്യോമതാവളം വിദേശത്ത് നിന്ന് VVIPകൾ വരുന്നതും ഇവിടുത്തെ പാകിസ്ഥാനിലെ VVIPകൾ പോകുന്നതും വരുന്നതുമായ ഒരു വലിയ എയർബേസാണ് ഈ പിന്നെ നൂർഖാൻ എന്ന് പറയുന്ന പിന്നെ വിമാനത്താവളം. അത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് പല വിമാനത്താവളങ്ങളും പല റോഡുകളും പല പിന്നെ എന്താ പറയുക തുരങ്കങ്ങളും ഒക്കെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. അതിൻ്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഈ പാക് ആണവ കേന്ദ്രം അത് ആക്രമിച്ചോ അതിൻ്റെ ഉള്ളിലേക്ക് മിസൈൽ കടന്നോ ഇല്ലയോ എന്നുള്ളത് ഇന്ത്യ സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം നമുക്കതിൽ കൃത്യമായ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം നമ്മുടെ സൈനികരും നമ്മുടെ സർക്കാരുമാണ് അതിൽ മറുപടി പറയേണ്ടത്. അവർ അത് പറയാത്തിടത്തോളം കാലം നമുക്കും അതിൽ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, ഇനി കളിച്ചാൽ ആ കളി പാകിസ്ഥാനെ തന്നെ ഭസ്മമാക്കുന്ന തരത്തിലേക്കുള്ള മിസൈലുകളായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. കാരണം ബ്രഹ്മോസ് മിസൈലിനെ പാകിസ്ഥാന് പണ്ടേ ഭയമാണ്. അതിപ്പോഴും പാകിസ്ഥാൻ ഭയക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ മിസൈൽ ആക്രമണം പാകിസ്ഥാൻ നന്നായി ഭയപ്പെടുന്നു. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഇനി ശല്യം ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് നാളത്തേക്ക്. കാരണം അവിടെ തീവ്രവാദികളാണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എപ്പോഴാണ് ഇവന്മാർക്ക് വട്ടം ഭ്രാന്ത് ഉളവി തിരിച്ച് വീണ്ടും വരുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം എന്നേക്കുമായിട്ടുള്ള ഈ തീവ്രവാദം ഭീകരവാദം ഒക്കെ അവസാനിപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഭീകരവാദമോ അല്ലെങ്കിൽ തിരിച്ചടിയോ ഉണ്ടായാൽ നമ്മൾ പാകിസ്ഥാൻ നശിപ്പിക്കും. ഈ രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലായി, ഈ ആണവ കേന്ദ്രം എവിടെയാണ് ഇന്ത്യ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അടിയുണ്ടാകും. ഇത് പാകിസ്ഥാൻ പേടിക്കുന്നു. പാകിസ്ഥാൻ മാത്രമല്ല അമേരിക്കയും പേടിക്കുന്നുണ്ട്.